സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടും ട്രേഡിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വളരെ സുപരിചിതമാണ്. 2021 കാലഘട്ടം മുതൽ 2025 കാലഘട്ടം വരെയുള്ള മാർക്കറ്റിൻ്റെ കുതിപ്പിൽ ഒരുപാട് ലാഭം കൊയ്ത ആൾക്കാരും നമ്മൾ ചുറ്റുപാടുണ്ട്. ഇതിനെ ബേസ് ചെയ്ത് നടക്കുന്ന വലിയ വലിയ കമ്പനികളുടെ പേരിൽ ആദിത്യ ബിർള, അതുപോലെ തന്നെ സെറോദ, അപ് സ്റ്റോക്സ് ഒക്കെ മാതിരിയുള്ള കമ്പനികളുടെ പേരിൽ നടക്കുന്ന ക്ലോൺ ആപ്പുകൾ യൂസ് ചെയ്തിട്ടുള്ള പുതിയ ഒരു തരം തട്ടിപ്പിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള അമീർ ഷായും അതുപോലെ തന്നെ വിജയുയാണ് ഈ ഒരു വലിയ ചതിക്കുയിൽ പെട്ടിട്ടുള്ളത്. ഞാൻ ആദ്യം വിജയിൻ്റെ കഥ പറയാം. വിജയ് എന്ന് പറയുന്ന ഒരു IT പ്രൊഫഷണലാണ്. അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ സാലറിയൊക്കെ വാങ്ങിക്കുന്ന ആളാണ്. സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടും ട്രേഡിങ്ങിനൊക്കെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ട്. സമയമില്ലാത്തത് കാരണം അതിനെ റിലേറ്റ് ചെയ്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളെ തേടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫേസ്ബുക്കിൽ ഒരു ലിങ്ക് കണ്ടു. ആദിത്യ ബിർള ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ പേരിലായിരുന്നു. പുള്ളി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോട് കൂടിയിട്ട് നേരെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവുകയാണ്. ഏകദേശം 120ഓളം പേരുള്ള ഗ്രൂപ്പാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സൊക്കെ ആയിരുന്നു ആ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. അഡ്മിൻ്റെ സൈഡിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നു, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പാണ്, അതിലേക്ക് വിജയിനെ വെൽക്കം ചെയ്തുകൊണ്ടൊക്കെ ആയിരുന്നു ആ മെസ്സേജ് ഉണ്ടായിരുന്നത്. ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നതും വളരെ വലിയ തുകകളായിരുന്നു. 50 ലക്ഷം, 1 കോടി, 2 കോടിയൊക്കെയാണ്. 1 കോടി ഇടുന്ന ആൾക്കാർ ഒറ്റയടിക്ക് 1.5 കോടി ലാഭം എടുക്കുന്നു. 10 ലക്ഷം ഇടുന്ന ആൾക്കാർ ഒറ്റയടിക്ക് 15 ലക്ഷം ലാഭം എടുക്കുന്നു. ഈ രീതിയിലൊക്കെ ആയിരുന്നു ആ ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരുന്ന സ്ക്രീൻഷോട്ടുകൾ ബേസ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഇതിലെന്തായാലും ഒരു പരീക്ഷണം നടത്താം എന്നുള്ള രീതിയിൽ തുടക്കം കുറിക്കുന്നു. അഡ്മിന് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് അയച്ചു കൊടുക്കുന്നു. ബേസിക്കലി ഇത് ആദിത്യ ബിർളൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കായിരുന്നു. ബേസിക്കലി എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് അക്കൗണ്ടെന്നും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻസ് ആണ് എപ്പോഴും ഓപ്പൺ ചെയ്യുക, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്. സിമ്പിളായിട്ട് പറഞ്ഞെങ്കിൽ FPIs, FIIs, DIIs അല്ലെങ്കിൽ ബാങ്കുകൾ, ഹെഡ്ജ് ഫണ്ടുകൾ, ഇവരൊക്കെയാണ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. ഇവരെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. ഇൻഡിവിജ്വൽ ട്രേഡിംഗ് അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരൻ്റെ പാൻ കാർഡും ആധാർ കാർഡും യൂസ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടാണ്. നോർമലി ട്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ എടുക്കുന്നത് എപ്പോഴും ഇൻഡിവിജ്വൽ ട്രേഡിംഗ് അക്കൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ആയിരിക്കും. ആദിത്യ ബിർളൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് പോലെ തന്നെ തോന്നിക്കുന്ന ഒരു ആപ്പായിരുന്നു ഈ ഒരു ലിങ്ക് വഴി വിജയ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബേസിക്കലി അതൊരു ക്ലോൺ ആപ്പാണ്. അതിനുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയടിക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റില്ല. ഒറിജിനൽ ആപ്പും ഡ്യൂപ്ലിക്കേറ്റ് ആപ്പും ഒരുപോലെ തന്നെ ഇരിക്കും. 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ലാഭം കിട്ടി, വീണ്ടും കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്തു, വീണ്ടും ലാഭം കിട്ടി, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തു, വീണ്ടും ലാഭം കിട്ടി, വിഡ്രോ ചെയ്തു, ആ വിഡ്രോയിലും നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ട് വിഡ്രോയിൽ കിട്ടി, വീണ്ടും വലിയ തുക റോൾ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനും വലിയ രീതിയിൽ റിട്ടേൺ കിട്ടുന്നു. ഈ സമയത്ത് അഡ്മിൻ്റെ അടുത്തുനിന്ന് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വരികയാണ്. പുതുതായിട്ട് വരുന്ന IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ into 3x അല്ലെങ്കിൽ 300% റിട്ടേൺ കിട്ടും എന്നുള്ള രീതിയിൽ വിജയ് എന്തായാലും അതും കൂടി പരീക്ഷിക്കാം എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്തു. 2 ദിവസം കൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് വരുന്നു. നമ്മൾ അപ്ലൈ ചെയ്ത IPO കിട്ടി എന്ന് പറഞ്ഞിട്ട് അഡ്മിൻ്റെ അടുത്തുനിന്ന് മെസ്സേജ് വരുന്നു. 2.5 ലക്ഷം രൂപ എന്ന് പറയുന്ന എമൗണ്ട് 10 ലക്ഷം രൂപയാവും എന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ് വിജയ്. അപ്പോഴാണ് ഇവിടെ അടുത്ത ട്വിസ്റ്റ് വരുന്നത്. അഡ്മിന് ഒരു 7 ലക്ഷം രൂപയും കൂടി വിജയിൻ്റെ അടുത്ത് ആവശ്യപ്പെടാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് അക്കൗണ്ട് ആയതിനെ കൊണ്ട് തന്നെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. 2.5 ലക്ഷം രൂപ മാത്രമേ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളൂ. പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. 7 ലക്ഷം രൂപ കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. കാരണം ഈ ഒരു 7 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ എന്ന് പറയുന്ന എമൗണ്ട് 30 ലക്ഷം രൂപയായിട്ട് മാറും എന്നുള്ളതാണ് പ്രതീക്ഷ. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും റോൾ ചെയ്ത് ഈ ഒരു എമൗണ്ട് അഡ്മിൻ പറയുന്ന അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വിഡ്രോ ചെയ്യാം എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അഡ്മിൻ്റെ സൈഡിൽ നിന്ന് വീണ്ടും മെസ്സേജ് വരികയാണ്, 20% കമ്മീഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. വീണ്ടും ഒരുപാട് കഷ്ടപ്പെട്ട് റോൾ ചെയ്ത് 20% അവർക്ക് പേയ്മെൻറ്റ് അടിച്ച ശേഷം വിഡ്രോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് വീണ്ടും അടുത്ത മെസ്സേജ് വരികയാണ്, ടാക്സസും GSTയും കാര്യങ്ങളൊക്കെ പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം. വീണ്ടും റോൾ ചെയ്ത് അവർ പറയുന്ന ടാക്സും കാര്യങ്ങളൊക്കെ എമൗണ്ടൊക്കെ അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നു. വീണ്ടും അഡ്മിൻ്റെ സൈഡിൽ നിന്ന് മെസ്സേജ് വരികയാണ്, ഇനി പ്രത്യേകിച്ച് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല, 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു എമൗണ്ട് റിഫ്ലക്റ്റ് ആവുമെന്ന് പറഞ്ഞിട്ട്. 2 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞു, പ്രത്യേകിച്ച് എമൗണ്ട് ഒന്നും വന്നില്ല. അഡ്മിന് മെസ്സേജ് അയക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ വിജയിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയിലുള്ള സ്കാം കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. നമ്മളെ അറിവില്ലായ്മനെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ട്രേഡിങ്ങോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയ നഷ്ടങ്ങൾ നേരിടുന്നതിന് പകരം വളരെ ചെറിയ തുക യൂസ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക.
പഠിച്ചതിന് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചതിക്കുഴികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്ത് തന്നെ ആയാലും ഇതുപോലെ പെടുന്ന ആൾക്കാർ 10 മുതൽ 15 ലക്ഷം വരെ നഷ്ടപ്പെടുത്തുകയും ചില ആളുകൾ വലിയ രീതിയിലുള്ള കടബാധ്യതരായി മാറുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതിൻ്റെ പിറകിലുള്ള സൈക്കോളജി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ആഗ്രഹമാണ്. ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് വീണ്ടും വലിയ ലാഭം കാണുന്നു, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനേക്കാൾ വലിയ ലാഭം കിട്ടുന്നു, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനേക്കാൾ വലിയ ലാഭം കാണുന്നു. ചെറിയ നഷ്ടം വന്നാലും ആ നഷ്ടത്തിനെ നേരിടാൻ വേണ്ടി വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും നഷ്ടം വരുന്നു. അങ്ങനെ ഇട്ട പൈസ മൊത്തം നഷ്ടത്തിലേക്ക് പോവുകയും നമ്മളെ കയ്യിൽ നിന്ന് വലിയ കടബാധ്യതയിലേക്ക് പോകുന്ന ആളുകൾ നമ്മളെ ചുറ്റുപാടുണ്ട്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നിലവിലുള്ള കാലഘട്ടത്തിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടൻറ്റിനെ കാണാം, കാര്യങ്ങൾ നല്ല രീതിയിൽ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആവുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയമേ ട്രേഡ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിവ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് ഈ കാര്യത്തിനെ കുറിച്ചിട്ട് ബേസിക് മുതൽ നന്നായിട്ട് പഠിക്കുക. പഠിച്ച് മനസ്സിലായതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ്ങും സ്റ്റാർട്ട് ചെയ്യുക. മറ്റൊരാൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കാതിരിക്കുക. ഇനി ഇതിനേക്കാളെല്ലാം പ്രധാനം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആപ്പ് ലീഗലായിട്ടുള്ള ഏതെങ്കിലും ബ്രോക്കറാണോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ബ്രോക്കറാണോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. വളരെ സിമ്പിളായിട്ട് സെബീൻ്റെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആ കമ്പനിയുടെ സെബി രജിസ്ട്രേഷൻ നമ്പർ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതില്ലാത്ത കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഇനി അതുള്ള കമ്പനികളാണെങ്കിൽ തന്നെ ക്ലോൺ ആപ്പ് ഉണ്ടായതിനെ കൊണ്ട് നമ്മളെ നിയർ ബൈ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കൺസൾട്ടൻറ്റിനെ കണ്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എടുത്തതിന് ശേഷം, അതല്ല സ്വയമേ ഒറ്റയ്ക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. കൃത്യമായിട്ട് ആ കാര്യത്തിനെ കുറിച്ച് കുറച്ച് സമയമെടുത്ത് പഠിച്ചത് മനസ്സിലാക്കിയതിന് ശേഷം ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ലിങ്കിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാണ്ടിരിക്കുക. ആ ലിങ്ക് ജെനുവിൻ ആണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്ലോൺ ആപ്പുകളിൽ നമ്മൾ ചെന്നുപെടാനുള്ള സാധ്യത ഉണ്ട്. അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ഗൂഗിൾ സ്റ്റോറിലോ ഡയറക്റ്റായിട്ട് നമ്മൾ കയറി ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ട്രേഡിങ്ങോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഈ മാർക്കറ്റിനെ കുറിച്ചിട്ടും ഇതിനെക്കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള പഠനം നടത്തുക. നമ്മൾ കൃത്യമായിട്ട് ഒരു തുക ചിലവാക്കിയിട്ടാണെങ്കിലും പഠിക്കുക. പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യുക. ഇതിന് സമയമില്ലാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കൺസൾട്ടൻറ്റുകളെ കണ്ടിട്ട് അവരുടെ അടുത്തു നിന്നും നിർദ്ദേശം എടുത്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ട്രേഡ് ചെയ്യാൻ വേണ്ടി മറ്റൊരാൾക്ക് പൈസ കൊടുക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ സ്കാമേഴ്സിൻ്റെ ഇടയിൽ നിന്നും രക്ഷപ്പെടാനും നമുക്ക് ഹാർഡ് ഏൺ ആയിട്ടുള്ള മണി നമുക്ക് സേഫ് ആക്കാനും പറ്റുമെന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ല കാര്യമാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൃത്യമായ മാർഗത്തിലൂടെയാണെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ വിലയിരുത്തി ഉറപ്പിക്കുക.